ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ ആശ വിനീഷ്. ഞാൻ സുറുമി. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് പുതിയ നോട്ടിഫിക്കേഷനുമായിട്ടാണ് അല്ലെ. JLT ഹിന്ദി HSC ഹിന്ദിയുടെ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. JLT ഹിന്ദിയുടെ ഫുൾ ടൈം ആൻഡ് പാർട്ട് ടൈം നോട്ടിഫിക്കേഷൻ ആണ് വന്നിട്ടുള്ളത്. HSC ഹിന്ദിയുടെ ഫുൾ ടൈം ഓൾറെഡി എക്സാം കഴിഞ്ഞതാണ്. ഇപ്പോൾ പാർട്ട് ടൈം നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഹിന്ദി ക്വാളിഫിക്കേഷൻ ഉള്ള എല്ലാവർക്കും ചാകരയാണെന്ന് തന്നെ പറയാൻ പറ്റും. അത്രയധികം നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കുക. പക്ഷെ പലർക്കും ഇതിന്റെ ഒരു കൃത്യമായ ധാരണയില്ല. എന്ത് കഴിഞ്ഞാലാണ് ഒരു ടീച്ചർ ആകാൻ പറ്റുക, ഹിന്ദി ടീച്ചർ ആകാൻ പറ്റുക? UP-യിൽ എങ്ങനെയാണ് ഹിന്ദി ടീച്ചർ ആകാൻ പറ്റുക? JLT ഹിന്ദി അതാണ് UP-യിലെ ഹിന്ദി പോസ്റ്റ്. അതാണ് JLT ഹിന്ദി, ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി എന്നാണ് പറയാം. ഓക്കെ, ആ പോസ്റ്റ്, ആ ഒരു എക്സാം എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏറ്റവും മിനിമം ക്വാളിഫിക്കേഷൻ K4 പ്ലസ് പ്രവീൺ. ഇപ്പൊ പ്രജാസഭയുടെ കുറെ കോഴ്സുകൾ ഉണ്ട്. പ്രവീണ, ഭൂഷൺ, വിശാരദ, സാഹിത്യാചാര്യ, ഈ എക്സാം ഒക്കെ ക്വാളിഫൈ ചെയ്തിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ, പ്ലസ് അതിന്റെ കൂടെ K4 നിങ്ങൾ ക്രാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും JLT എക്സാം എഴുതാവുന്നതാണ്. അപ്പൊ എല്ലാവരും അറിയുക, ഈ പറയുന്ന യോഗ്യതകൾ പ്ലസ് K4 കേറ്ററ്റ് 4 ക്ലിയർ ചെയ്യണം. കേറ്ററ്റ് 4 എങ്ങനെയാ ക്ലിയർ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള പരീക്ഷാ ഭവൻ നടത്തുന്ന എക്സാം ആണ് കേറ്ററ്റ് എക്സാംസ്. അതിൽ 4 എന്ന് പറയുന്ന സ്പെഷ്യൽ കാറ്റഗറി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അത് എക്സാംസ് ഇപ്പം ഈ വരാൻ പോകുന്ന ജൂണിൽ എക്സാം നടക്കുകയാണ്. ഒരു വർഷത്തിൽ 2 പ്രാവശ്യം എക്സാം നടത്തുന്നതാണ്. അത് പരീക്ഷാ ഭവന്റെ വെബ്സൈറ്റിൽ പോയി അതിൽ കൂടെ അപ്ലൈ ചെയ്തിട്ട് പാസ് മാർക്ക് മേടിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഗവൺമെന്റ് അധ്യാപകരാകാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് UP-യുടെ സിനാരിയോ. എന്നാൽ ഹൈസ്കൂളിലേക്ക് എത്തുമ്പോൾ വീണ്ടും ക്വാളിഫിക്കേഷൻ മാറുകയാണ്. അവിടെ ഡിഗ്രി പ്ലസ് കേറ്ററ്റ് കാറ്റഗറി 3 ആണ് വേണ്ടത് അല്ലെ. B.Ed വേണം. ഹൈസ്കൂളിലേക്ക് വരുമ്പോഴേക്കും BA വേണം, B.Ed വേണം, പ്ലസ് കാറ്റഗറി 3 ആണ് കേറ്ററ്റ് ക്വാളിഫൈ ചെയ്യേണ്ടത്. അപ്പൊ അതായത് നിങ്ങളൊരു UP-യിൽ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് വേണ്ട? B.Ed വേണ്ട. പക്ഷെ ഹൈസ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് വേണ്ടത്? നിങ്ങളുടെ B.Ed ആവശ്യമായിട്ട് വരുന്നത്. പക്ഷെ വീണ്ടും എനിക്ക് പറയാനുണ്ട് ടീച്ചറെ, കൂടുതൽ പേരും സത്യം പറഞ്ഞാൽ K3 എഴുതിയെടുക്കുന്നില്ല അല്ലെ. K3 അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ ആയ സെറ്റ് തുടങ്ങിയവയ്ക്ക് പകരമായിട്ട് B.Ed ഒക്കെ ഉള്ളവർ കൂടുതലായിട്ടും, അല്ലെങ്കിൽ എല്ലാവരും കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത കേറ്ററ്റ് കാറ്റഗറി 4-ലാണെന്ന് തോന്നുന്നു അല്ലെ. അതെന്താണെന്ന് വെച്ചാൽ അവസരങ്ങളെ പറ്റി കൂടുതലായിട്ട് അറിയാത്തത് കൊണ്ടാണ്. നിങ്ങൾ എഴുതിയെടുക്കാത്തവരോട് വീണ്ടും പറയണം, B.Ed യോഗ്യതയൊക്കെ ഉള്ളവർ കേറ്ററ്റ് കാറ്റഗറി 3-യും സെറ്റും ഒക്കെ എഴുതിയെടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇന്ന് വന്ന കാര്യം പറയാം. ഇന്ന് വിളിച്ചിരിക്കുന്നത് 2 എക്സാംസിൽ, ഒന്ന് JLT, പിന്നെ HSC ഹിന്ദിയാണ് വിളിച്ചിരിക്കുന്നത്. HSC ഹിന്ദി പാർട്ട് ടൈം നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. പാർട്ട് ടൈം നോട്ടിഫിക്കേഷനും ഫുൾ ടൈം നോട്ടിഫിക്കേഷനും ഇടയ്ക്ക് വരും. അപ്പൊ ആ പാർട്ട് ടൈമും ഫുൾ ടൈമും എന്താണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. എന്താണ് പാർട്ട് ടൈം? പാർട്ട് ടൈം എന്ന് പറഞ്ഞാൽ വീക്ക്ലി ഒരു 3 ഡേയ്സ് ആണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കേണ്ടതായിട്ട് വരുള്ളൂ. അതുപോലെ സാലറി സ്കെയിലും വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, സാലറി ഫുൾ ടൈമിന് കിട്ടുന്ന സാലറി എന്തായാലും പാർട്ട് ടൈമിന് കിട്ടില്ല. ആ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. ഓക്കെ, അപ്പം പാർട്ട് ടൈമും ഫുൾ ടൈമും മനസ്സിലാക്കുക. രണ്ടിനും സാലറി വ്യത്യാസമുണ്ട്. ഇനിയും ഇപ്പം വിളിച്ചിരിക്കുന്നത് അവിടെ എഴുതി വെക്കും. എങ്ങനെയാണ് വിളിക്കുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനിൽ ഉണ്ടാവും പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി എന്നുള്ളതാണ്. ഈ ഒരു സിലബസിനകത്ത് ഇതിന്റെ ഒരു സിലബസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എത്ര മാർക്കായിരിക്കും ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്? മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാ. അതിൽ 20 മാർക്ക് GK, പെഡഗോജി, സൈക്കോളജി ആ ഒരു കാറ്റഗറിയിൽ പോവും. ഫസ്റ്റ് വരുന്നത് 20 മാർക്കിന്റെ ക്വസ്റ്റ്യന് വരുന്നത് GK, പെഡഗോജി, സൈക്കോളജിക്കാണ്. പിന്നെ വരുന്നതാണ് ഹിന്ദിക്ക് ടോട്ടൽ 80 മാർക്കാണ് ഉള്ളത്. 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഹിന്ദി, നമ്മുടെ ഹിന്ദി സാഹിത്യവും ഭാഷയും ഗ്രാമറും ഒക്കെ അതിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ 80-20 ആണ് റേഷ്യോ എന്ന് പറയുന്നത്. ഇതിൽ 100 മാർക്ക് എക്സാം ആണ്. OMR രീതിയിലുള്ള പരീക്ഷയാണ് നടത്തുന്നത്. അവിടെ നെഗറ്റീവ് മാർക്ക് ഉണ്ട്. PSC ആണ് ലിസ്റ്റ് ഇടുക. അത് കഴിഞ്ഞ ശേഷം ഒരു ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. അതിനുശേഷമാണ് ഫൈനൽ ലിസ്റ്റ് പുറത്തു വരിക. 18 ഏജ് ഉള്ളവർക്ക് മുതൽ അപ്ലൈ ചെയ്യാം. 40 ആണ് ഏജ് ലിമിറ്റ് വരുന്നത്. OBC-കാർക്ക് 43 വയസ്സ് വരെ അപേക്ഷിക്കാം. OBC +3-യും അതോടൊപ്പം തന്നെ SC/ST 5 വർഷവുമാണ് കാറ്റഗറി റിലാക്സേഷൻ ഉള്ളത്. ഇനി നോക്കുക, കാറ്റഗറി നിങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ PSC-യുടെ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അവിടെ നിങ്ങളുടെ ഗസറ്റ് നമ്പർ നോക്കുക. അതോടൊപ്പം തന്നെ കാറ്റഗറി നമ്പർ നോക്കിയിട്ട് കേറ്ററ്റ് കാറ്റഗറി 3 ഒക്കെ ഉള്ളവരാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. ലാസ്റ്റ് ഡേറ്റ് 19/6/2024 ആണ്. 19/6/2024. ആർക്കെങ്കിലും ഒക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യണം.
കാരണം അവരൊക്കെ അറിയണം ഇങ്ങനെയൊക്കെയാണ് ഹിന്ദി ടീച്ചർ ഗവൺമെന്റ് സ്കൂളിൽ ആകാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യം അല്ലെ. ഇനി നോക്കിക്കോളൂ, ഈ നോട്ടിഫിക്കേഷനകത്ത് നമുക്ക് സിലബസ് ഒന്നുകൂടെ പറയാം. ടീച്ചർ പറഞ്ഞു 80 മാർക്ക്. 80 മാർക്കിന്റെ ഹിന്ദി പഠിക്കണമെങ്കിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം? ടോട്ടൽ മൊഡ്യൂൾസ് 7 എണ്ണാണുള്ളത്. ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററി ഓഫ് ഹിന്ദി ലിറ്ററേച്ചർ ആണ്. നമ്മുടെ ഹിന്ദി സാഹിത്യം, നമ്മൾ അതിന്റെ ഇതിഹാസമാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പൊ ഹിന്ദി സാഹിത്യത്തെ 4ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്: ആദികാൽ, ഭക്തികാൽ, രീതികാൽ, ആധുനികാൽ. അതിൽ ഓരോന്നിലും വരുന്ന രചനകൾ, റൈറ്റേഴ്സ് എല്ലാം നമ്മൾ ആ ഒരു കാലഘട്ടത്തിലുള്ള എല്ലാം നമ്മൾ പഠിക്കണം. ഫസ്റ്റ് മൊഡ്യൂൾ അങ്ങനെ നമുക്ക് ക്ലിയർ ചെയ്യാം. രണ്ടാമത്തെ മൊഡ്യൂൾ നോക്കുക, ഡെവലപ്മെന്റ് ഓഫ് ഹിന്ദി ലിറ്ററേച്ചർ ഇൻ റിനൈസൻസ് പീരീഡ്. ഓക്കെ, ഭാരതേന്ദു ദ്വിവേദി കാലം, അതായത് ആധുനിക കാലഘട്ടത്തിലുള്ള രചനകളാണ് ആ മൊഡ്യൂൾ 2 വരുന്നത്. മൊഡ്യൂൾ 3 വരുമ്പോഴേക്കും ഛായാവാദ യുഗം, ഛായാവാദോത്തര കാലമാണ് അതിൽ വരാം. ഓക്കെ, അത് കഴിഞ്ഞ് ഹിസ്റ്ററി ഓഫ് ഹിന്ദി ലാംഗ്വേജ് ആണ് മൊഡ്യൂൾ 4 വരാം. അതായത് നമ്മുടെ ഭാഷയുടെ ഉത്ഭവോർ വികാസമാണ് വരുന്നത്. അടുത്ത നോക്കുക, മൊഡ്യൂൾ 5 ഹിന്ദിയുടെ ഗ്രാമർ ആണ് നമുക്ക് പഠിക്കേണ്ടത്. മൊഡ്യൂൾ 6 നമ്മുടെ കാവ്യശാസ്ത്രം, ഭാരതീയ കാവ്യശാസ്ത്രവും പാശ്ചാത്യ കാവ്യശാസ്ത്രവും നമുക്ക് പഠിക്കാനുണ്ട്. മൊഡ്യൂൾ 7 ഫങ്ഷണൽ ഹിന്ദി ആൻഡ് ജേർണലിസം ആണ് പഠിക്കേണ്ടത്. ഇത്രയും കവർ ചെയ്താൽ തന്നെ നമ്മുടെ 80 മാർക്ക് കംപ്ലീറ്റ് ആയി. ഈ 80 മാർക്കിന്റെ ഒരു കാര്യം എനിക്ക് അവിടെ ചോദിക്കാനുള്ളത്, എന്താണ് ഈ 80 മാർക്കിനുള്ള സ്റ്റുഡന്റ് പഠിക്കുമ്പോൾ ഡിഗ്രി ലെവൽ പുസ്തകങ്ങളാണോ അതോ +2 തൊട്ടുള്ളത് പഠിക്കണോ? എന്താണ് ഇതിവിടെ പഠിക്കേണ്ടതായിട്ടുള്ളത്? ഡിഗ്രി ലെവൽ പുസ്തകങ്ങൾ എന്തായാലും നമ്മൾ പഠിക്കണം. ഡിഗ്രി ലെവൽ പുസ്തകങ്ങൾ പഠിക്കണം. ഗ്രാമർ പഠിക്കാനൊക്കെ നമ്മളെ കൊണ്ട് ചെറിയ ക്ലാസ്സുകളിൽ തൊട്ടുള്ള ഗ്രാമർ നോക്കേണ്ടി വരുമോ? ഇവിടെ ഗ്രാമർ പല ക്വസ്റ്റ്യൻസ് ആണ് വരണത്, ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ ചോദിക്കും. അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഗ്രാമർ പഠിക്കണം. ഓക്കെ, ഇനി അവിടുത്തെ ഒരു GK പോർഷനകത്ത് വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്, റിനൈസൻസ് വരുന്നുണ്ട്, നമ്മുടെ അതായത് കേരളത്തിലെ നവോത്ഥാന നായകന്മാര്, അവരുടെ പ്രസ്ഥാനങ്ങൾ, അവരുമായിട്ട് ബന്ധപ്പെടുന്ന പത്രങ്ങൾ തുടങ്ങിയ കറണ്ട് അഫയേഴ്സിന് 2-3 ചോദ്യങ്ങൾ, ഇങ്ങനെ ഒരു ക്ലബ്, പിന്നെ സൈക്കോളജി ഉണ്ടായിരിക്കും, പെഡഗോഗി ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ഒരു കുറച്ച് പോർഷൻസ് ആണ് നമ്മൾ GK പോർഷന് വരുന്നത്. മിക്കവരും പേടിക്കുന്നതാണ്, എനിക്ക് ലിറ്ററേച്ചർ മാത്രമേ അറിയത്തുള്ളൂ, എനിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും പഠിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം പറയും. ഒട്ടും പേടിക്കേണ്ട. ഞാനിപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ എടുക്കുന്ന അധ്യാപിക ആയതുകൊണ്ട് പറയുകയാണ്, നമുക്ക് പഠിച്ചാൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതികളിൽ തന്നെ പഠിച്ചാൽ മതി. ഇവിടെ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവരും ഹിന്ദി പഠിക്കും, ബാക്കി 20 മാർക്ക് കോൺസെൻട്രേറ്റ് ചെയ്തില്ല. അത് എന്തെങ്കിലും വായിച്ചിട്ട് MCQ വായിച്ചിട്ട് നമുക്ക് ചെയ്യാമെന്ന് വിചാരിക്കും. നിങ്ങളുടെ മാർക്കിൽ വേരിയേഷൻ വരുന്ന അതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു ബേസിക് ഒരു 50% എബോ എന്തായാലും ഹിന്ദി പഠിച്ച ഏതൊരു സ്റ്റുഡന്റിന് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളുടെ വ്യത്യാസം വരുന്നത് ഇപ്പോൾ കട്ട് ഓഫ് ഒക്കെ തീരുമാനിക്കുന്ന അതുകൊണ്ടാണ്. ഒരു 20 മാർക്കിന്റെ ആ ഒരു ഫസ്റ്റ് പാർട്ട് നിങ്ങൾ ക്ലിയർ ചെയ്യുന്നവര്, ഒരു 10 മാർക്കിൽ ഒക്കെ എത്തുന്നവരുണ്ടല്ലോ, അവരാണ് ശരിക്കും ടോപ്പ് റാങ്കിൽ വരാം. അതിൽ നിങ്ങൾ എത്രമാത്രം മാർക്ക് എത്തുക. പലരും പഠിക്കുന്നത് ഇപ്പം തൊഴിൽ വാർത്ത വായിക്കുന്നു, അവിടുത്തെ മാത്രം ഒരു MCQs നോക്കി. അങ്ങനെയല്ല, പോർഷൻസ് വെച്ച് പോർഷൻസിന് പരിഗണന കൊടുത്ത് തന്നെ ഈ അടുത്തിടെ ഇപ്പൊ ഡിഗ്രി ലെവൽ നടക്കുമ്പോഴും നിങ്ങളുടെ പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ഉൾപ്പെടുത്തി തന്നെയാണ് ഞങ്ങൾ ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണത്തെ 1ാം റാങ്ക് ഒക്കെ നമുക്കിങ്ങനെ കിട്ടിയത് HSA പോലുള്ള എക്സാംസിൽ വരുമ്പോൾ. അപ്പം എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ കോർ ഏരിയയോടൊപ്പം തന്നെ GK പോർഷനും പഠിക്കണം. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത്, ടീച്ചറെ ഇപ്പം വിളിച്ചേക്കുന്നത് 2 ജില്ലകളിലാണ് അല്ലെ? പാർട്ട് ടൈം വിളിച്ചേക്കുന്നത് 2 ജില്ലകളിലാണ്. ഈ രണ്ടിടത്തും ഒരു വേക്കൻസിയെ കാണുന്നുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഒരു സങ്കടമായിരിക്കും, എന്താണ് ഇതിന്റെ ഒരു റിയൽ പിക്ചർ നമുക്ക് കാണിച്ചു കൊടുക്കാം. കുറെ പേര് ഇപ്പൊ എന്നെ നിലവിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, ഒരു വേക്കൻസി ഇല്ലേ മിസ്സേ ഉള്ളൂ, എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ള സംശയമുണ്ട്. പക്ഷെ ഒരു വേക്കൻസി ഉള്ളൂ എന്ന് വിചാരിച്ച് നിങ്ങൾ പേടിക്കണ്ട. ഇപ്പൊ കഴിഞ്ഞ തവണത്തെ HSAയുടെ നോട്ടിഫിക്കേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. HSA നോട്ടിഫിക്കേഷൻ 562/2021 നോട്ടിഫിക്കേഷൻ ആണ്. അവിടെ നമുക്ക് കൊടുത്തത് നോക്കിക്കേ, ഈ ജില്ലകളൊക്കെ തന്നെ 5, 3, 2, 6 ഒക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത്. അതാണ് ഏറ്റവും സങ്കടകരമായി. ഇവിടെ കുറെ പേര് അപ്ലൈ ചെയ്യാതെ മാറിയൊക്കെ നിന്നു. ഓക്കെ, ഇപ്പൊ അപ്ലൈ ചെയ്യണ്ട എന്നുള്ളത്. സാലറി സ്കെയിലൊക്കെ അന്നത്തെ നോക്കിക്കോളൂ അല്ലെ. പക്ഷെ അത് കഴിഞ്ഞ് നിങ്ങൾ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്രമാത്രം പോസ്റ്റുകൾ ടിൽ ഡേറ്റ് വരെ അഡ്വൈസ് പോകുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, തിരുവനന്തപുരം 72 അഡ്വൈസ് വരെ ഇപ്പൊ നിലവില് പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ വേക്കൻസി നോക്കുക, നിങ്ങൾ 7 ആണ് വേക്കൻസി ഉണ്ടായിരുന്നുള്ളൂ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത്. പക്ഷെ ഇപ്പൊ നിലവിൽ അഡ്വൈസ് പോയിരിക്കുന്ന 72 വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പൊ നിലവിൽ നോട്ടിഫിക്കേഷനിൽ എത്ര വേക്കൻസി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതൊന്നും നിങ്ങൾ ബോധേഡ് ആവണ്ട. ഓക്കെ, കൊല്ലമാണെങ്കിൽ 21, പത്തനംതിട്ട 11, കോട്ടയം 4, എറണാകുളം 23, തൃശ്ശൂര് 18, പാലക്കാട് 44, മലപ്പുറം 82. ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. ഇനിയും കോഴിക്കോടുണ്ട്, വയനാടുണ്ട്. 23ഉം 16ഉമാണ് ആ ഡേറ്റ എന്ന് പറയുന്നത്. ഇടുക്കിയിൽ 19, കാസർഗോഡ് 30, കണ്ണൂർ 39 വരെയാണ് പോയിരിക്കുന്നത്. ഈ 2 എന്ന് പറയുന്നത് 19 നോട്ടിഫിക്കേഷനിലെ നിയമനങ്ങളാണ് ഇപ്പൊ കാണിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നിയമനങ്ങൾ നടക്കുന്നുണ്ട്.
നമ്മുടെ വെബ്സൈറ്റുകൾ PSCയുടെ വെബ്സൈറ്റുകളിൽ കയറി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത ഈ ഡേറ്റ തന്നെ കിട്ടും. ഇത് എന്താണ് കറന്റ് ആയിട്ട് പോയിരിക്കുന്ന സ്റ്റാറ്റസ് നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. പക്ഷെ എപ്പോഴും നിങ്ങൾ നോക്കുന്നത് എങ്ങനെയാണ്? ആപ്ലിക്കേഷൻ വിളിക്കുന്ന സമയത്തെ ഒരു വേക്കൻസി ഞാൻ പഠിക്കേണ്ടതുണ്ടോ? ഇല്ല, ഞാൻ പഠിക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എടുക്കുകയാണ്. JLT നോട്ടിഫിക്കേഷൻ, ഇനി BEd ഇല്ലാത്തവരോടൊക്കെ പറയാണ് JLT നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസോടെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. JLTയുടെ നോട്ടിഫിക്കേഷൻ ഇപ്പം വിളിച്ചു, ഇത് തന്നെയല്ലേ ഡേറ്റ വരുന്നത്? അതെ, പാർട്ട് ടൈം വിളിച്ചിട്ടുണ്ട്. പാർട്ട് ടൈം 11 ജില്ലകളിലാണ് വിളിച്ചിരിക്കുന്നത്. ഫുൾ ടൈം 13 ജില്ലകൾ, തൃശ്ശൂർ ഒഴികെ ബാക്കി 13 ജില്ലകളിലും ഫുൾ ടൈം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ഏത് ജില്ല വേണേലും നമുക്ക് അപ്ലൈ ചെയ്യാം അല്ലെ? ഏത് ജില്ലകളിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പൊ അതായത് ഫുൾ ടൈം അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ജില്ലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, പാർട്ട് ടൈം ഒരു ജില്ല. അല്ല, നമുക്ക് ഇഷ്ടമുള്ള ഏത് ജില്ലയിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. എല്ലാ ജില്ലയോടെ പറ്റത്തില്ല, ഏതെങ്കിലും ഒരു ജില്ല ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. JLT നോട്ടിഫിക്കേഷനും ഞങ്ങൾ താഴെ കൊടുക്കാം. അതായത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഞാൻ ഒരു ഗ്രൂപ്പ് താഴെ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഇനി പറയാനുള്ളത് ക്ലാസ്സുകളെ പറ്റിയാണ്. JLTയുടെയും അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ ഹിന്ദി വീണ്ടും ആകുകയാണ്. എന്താ? HSST നോട്ടിഫിക്കേഷൻ അല്ലെ? HSST ഹിന്ദി എന്ന് പറയുമ്പോൾ എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ളത്? HST ഹിന്ദിയുടെ നോട്ടിഫിക്കേഷൻ ഇപ്പോ ഉടനെ തന്നെ വരാനായിട്ട് PSC തീരുമാനിച്ചിട്ടുണ്ട്. സെറ്റ് ആണ് യോഗ്യതയായിട്ട് വരുന്നത്. MA ഹിന്ദി പ്ലസ് BEd ഹിന്ദി പ്ലസ് സെറ്റ് ഹിന്ദി. അതായത് ഹൈസ്കൂൾ ലെവലിൽ മാത്രമല്ല, ഇനിയും ഹയർ സെക്കൻഡറി പഠിപ്പിക്കണമെങ്കിൽ വരുന്ന എക്സാം ആണ് HSST എന്ന് പറയുന്നത്. ആ HSSTക്ക് വേണ്ടിയും നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ ഈ പറയുന്ന യോഗ്യതകൾ PG പ്ലസ് BEd പ്ലസ് സെറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. HSSTയുടെ സിലബസും ഒക്കെയുള്ള കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് താഴെ ഗ്രൂപ്പുകളിൽ അറിയാൻ പറ്റുന്നതാണ്. HSSTയെ പറ്റി ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ വീണ്ടും ചെയ്യുന്നതായിരിക്കും, HSSTയെ ഫോക്കസ് ചെയ്ത് തന്നെ. അപ്പം അറിയുക, ഹിന്ദി ടീച്ചർ ആകാൻ ഒരുപാട് ചാൻസ് ഉണ്ട് ഗവൺമെന്റ് തലത്തിൽ അല്ലെ? JLT, HSI, HSST, അപ്പൊ ഏതും ഇപ്പം അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു സുവർണാവസരമാണ് ഹിന്ദി സ്റ്റുഡൻസിന് എത്തിയിരിക്കുന്നത്. JLT UP ലെവൽ ആണെങ്കിലും ഹൈസ്കൂൾ ലെവൽ ആണെങ്കിലും ഇനി HSST നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരും. അപ്പോ ഒരു സുവർണ അവസരമാണ്. അപ്പൊ ടൈം കളയാണ്ട് എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങും. HSSTയുടെ തീരുമാനമായി, PSCയുടെ തീരുമാനമായി, ഗസറ്റ് നോട്ടിഫിക്കേഷനായി. ഞങ്ങൾ ഈ വീഡിയോ ഔട്ട് ആവുന്നതിന് കുറച്ച് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് അറിയാനും സാധിക്കുന്നതാണ് കേട്ടോ. അപ്പം മറക്കണ്ട, ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഏറ്റവും നല്ല സമയമാണ്. പിന്നെ ഇനി ഇത് കണ്ട് ഞാനിതൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലല്ലോ വിഷമിക്കുകയാണോ? പേടിക്കേണ്ട, കേറ്ററ്റ് എഴുതിയെടുക്കുക. കേറ്ററ്റ് കാറ്റഗറി 4, 3 സെറ്റ് തുടങ്ങിയ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്ത് തന്നെ അപ്ലൈ ചെയ്യുക. കാരണം നിങ്ങൾ അവിടെ ഏജ് നോക്കിക്കോളൂ, 40 ജനറൽ കാറ്റഗറിക്ക് ഇപ്പോഴും പറ്റുന്നതാണ്. അപ്പൊ നിങ്ങളിൽ പലർക്കും ഈ ഏജിനെ പറ്റി ധാരണ ഉണ്ടാവില്ല. 36 വയസ്സിൽ ആയിരിക്കും PSC എക്സാമിൻ്റെ എന്നാണ്. ടീച്ചേഴ്സിന് +4 കിട്ടുകയാണ്. സോ ആ അവസരം യൂട്ടിലൈസ് ചെയ്യുക അല്ലെ? OBCക്ക് ആണെങ്കിൽ 43 വയസ്സ് വരെ എക്സാം എഴുതാം. കുട്ടികൾ എപ്പോഴും ചോദിക്കുന്ന ഒരു സംശയം ആയതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. 45 വരെ SC STക്കും പറ്റും. അപ്പം അവസരങ്ങളെ പറ്റി അറിഞ്ഞ് മുന്നോട്ട് വരിക എല്ലാവരും. JLT ക്ലാസ് നമ്മുടെ കയ്യിലുണ്ട്. JLTയുടെ പുതിയ ബാച്ച് അല്ലെ? JLTയുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ HSയുടെ ബാച്ചുകളുണ്ട്. HSSTയുടെ ബാച്ചുകൾ തുടങ്ങാൻ പോകുന്നു. അപ്പം എന്ത് പഠിക്കണോ ഇങ്ങു പോന്നോളൂ, ഞങ്ങൾ താഴെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിരിക്കാം അല്ലെ ടീച്ചറെ? ഇനി എന്താണ് ഇവരോട് പറയാനുള്ളത്? അപ്പൊ എത്രയും പെട്ടെന്ന് CCയിലേക്ക് ജോയിൻ ചെയ്യുക. കറക്റ്റ് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഓക്കെ, സമയം ഒട്ടും കളയാനില്ല. നോട്ടിഫിക്കേഷൻ അനൗൺസ് ചെയ്തു. ഓക്കെ, അനൗൺസ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ പറയുന്നതാണ് അനൗൺസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങാൻ. ഇനി എന്തായാലും സമയം കളയാൻ ഒട്ടുമില്ല. എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങാം, എക്സാം ക്രാക്ക് ചെയ്യുക. അപ്പൊ പുതിയ വീഡിയോസുമായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.